ഇനി ചോദ്യം ചോദിക്കാത്ത ആരെങ്കിലും പ്രത്യേകിച്ച് I loved working on this, and you know, when you work on so many sets all the time, you get one set that is amazing. You have producers, the director, the people that you're working with, the actors, and everything just fits perfectly. And that's what this project was for me. Everything fit perfectly. You have a family with 3 kids and a nice family. And how you manage this cinema industry and your family? Carefully, and with lots of love. Everything matters. Work matters, family matters, and you have to make sure that you adjust properly. Sunny, you have learned around like genre 30 active songs or dance numbers. So there are 2 kinds of views to these dance numbers. A certain amount of people say that this is an objectification of women, and there's another view says that it is showing women in a big scale aesthetic. So the only person that uses that first part of your sentence is only the media, because every single person out there listens to the music of each of the films and they love it, and thousands of people come out to watch maybe because of a song. We are now coming out of that generation, but there was a time where I remember people here in Kerala watching one of the songs and they're dancing on the stage. Now you tell me that's not objectification, that's actually enjoying entertainment, and that is what we're here to do, is provide that entertainment. And I think that the only people saying the words that you just used is the media. So we have to stop using that, because we need to make sure that cinema is back on top again. To do that, everybody has to work together, and we all have to work together, otherwise we all will not have jobs, by the way. So as one unit, we have to work together to make sure that every film that comes out, we support them, we love them, we support the actors, the technicians, every single person. When you buy a ticket, it means so much to every single actor. So I want you to go out, and if that means that you're going to use those words to go buy a ticket, then go right ahead. It doesn't bother me. ശരിക്കും മാസ്റ്റർ വെച്ചിട്ട് നമ്മൾ സിനിമ എങ്ങനെ പ്ലാൻ ചെയ്തതല്ല കേട്ടോ. വളരെ യാദൃശ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് കഴിഞ്ഞ എൻ്റെ അന്വേഷണൻ്റെ കയ്യിൽ വന്നു. വളരെ യാദൃശ്യമാണ്. അത് വായിച്ചു നോക്കിയപ്പോൾ അത് ഫുൾ ഡാൻസ് പരിപാടിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഒരു സബ്ജക്റ്റോട് അദ്ദേഹം വന്നത്. അപ്പം ഈ മലയാളത്തിൽ ഈ സബ്ജക്റ്റ് ചെയ്താൽ നമ്മൾ അതുപോലത്തെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു ആക്ടർ നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം. അത് എന്നെ പോലത്തെ ഒരു പുതിയ ഡയറക്ടർക്ക് ഭയങ്കര ടഫായിട്ട് വരും മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്ററോട് ചോദിച്ചു, നമുക്ക് പുള്ളി തന്നെയാണ് ഞാൻ ചോദിച്ചു, പുള്ളിയെ അടുത്ത് ചോദിച്ചു നമുക്ക് തമിഴിൽ ട്രൈ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ റീവർക്ക് ചെയ്തിട്ടാണ് അത് ഫുള്ള് ഇദ്ദേഹത്തിൻ്റെ ഹെഡ് ടു ടോയാണ് സിനിമ. അത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തെ പോലത്തെ ഒരാൾക്കല്ലാതെ പേട്ടർ റാപ്പ് ചെയ്യാൻ പറ്റില്ല വേറൊരാൾക്ക്. കാരണം അത്രയും അങ്ങനത്തെ ഒരു മോഡാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേക്കിംഗ് ടൈം എനിക്കൊന്ന് ഞാനൊരു ആക്ഷൻ്റെ ഡയറക്ടർ മാത്രമല്ല, മാസ്റ്റർ അത്രയില്ല. അദ്ദേഹത്തെ പോലത്തെ അത്രയും വലിയ ടെക്നീഷ്യൻ വെച്ചിട്ട് എനിക്ക് ഒരു ജോലി ഇല്ലെന്ന് തന്നെ പറയാമായിരുന്നു. കാരണം സ്ക്രിപ്റ്റിൽ അത്രയും പ്രിപ്പയർഡ് ആയിട്ട് സെറ്റിൽ വരത്തുള്ളൂ. പിന്നെ ഡാൻസ് ഉള്ള ദിവസം പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിരിക്കും സെറ്റ്. പിൻ ഡ്രോപ്പ് ഇരിക്കുന്ന ആളല്ല. ഈ സമയത്തൊക്കെ ഫണ്ണും കോമഡിയൊക്കെ പറയും. അന്നത്തെ ദിവസം നമ്മുടെ ക്യാമറാമാനൊക്കെ ഒരു സൈഡിലൂടെ പോകുന്നതാണ് ഇങ്ങനെ. കാരണം അന്നത്തെ ദിവസം വേറൊരു മൂഡിലാണ് മാസ്റ്റർ വരുന്നത്. എനിക്ക് തോന്നുന്നു എന്നോട് മാത്രമേ അന്നത്തെ ദിവസം സംസാരിക്കുള്ളൂ. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അന്നത്തെ ദിവസം. അത് അദ്ദേഹം അല്ല കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന വേറെ ആളുകളാണ്. ഇപ്പോൾ ഭൂപതി മാസ്റ്റർ അല്ലെങ്കിൽ റോബർട്ട് മാസ്റ്റർ പോലെയാണ്. അവരുണ്ടെങ്കിൽ പോലും ആ സോങ്ങിന് എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിൻ്റെ 100 അല്ല 200% പുള്ളി ഓക്കെ. സീനുകൾ ചെയ്യുന്നതല്ല, സീനുകൾ ചെയ്യാൻ പുള്ളി ഈസിയാണ്. പക്ഷേ സോങ്സ് ഇപ്പോഴും ഒരു പുതിയ ഒരാൾ ചെയ്യുന്ന അതേ ഫീൽ തന്നെ അദ്ദേഹം ചെയ്യുന്നത്.
സോ എന്നെ സംബന്ധിച്ച് അതൊരു പുതിയൊരു ചാപ്റ്റർ കാണുക, പഠിക്കുക, അദ്ദേഹത്തെ കുറിച്ച് വലിയൊരു ടെക്നീഷ്യനോട് നിൽക്കുക. അതിപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പൂർണ്ണമായിട്ട് ഉത്തരം തരാൻ ഞാൻ പ്രാപ്തനായിട്ടില്ല. കാരണം അത്രയും വലുതാകാത്ത ഒരു അവസ്ഥയുണ്ട്. വിനയം കൊണ്ട് പറയില്ല കേട്ടോ, കുറച്ചൊക്കെ വലുതാണ്. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ പോലത്തെ ഒരു ടെക്നീഷ്യൻ്റെ മുന്നിൽ ഒരുപാട് പഠിക്കാനുള്ള കിട്ടിയ അവസരമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിരുന്നേ ഉള്ളൂ സോങ്സ് ഷൂട്ടിംഗ് ടൈമിൽ. ജസ്റ്റ് മോണിറ്ററിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ இல்லை எனக்கு இல்லை, எல்லாருக்கும் இருக்கணும். இட்ஸ் லைக் இப்போ நீங்கள் இவ்வளோ பேர் இருந்தால் நீங்கள் 2 பேர் மட்டும்தான் கேள்வி கேட்டுருக்கீங்களா, ஒரு கான்ஃபிடென்ட்டாக இருக்குல்ல, அது எல்லாருக்கும் இருக்கணும். அது நான் எனக்கு மட்டும் இல்லை, எல்லாருக்கும் அது செல்ஃப் கான்ஃபிடென்ட் உங்களுக்கு எப்படி இருக்கு, அது இருக்கணும். அது இருக்கணும். நம்மளை பிலீவ் பண்ணோம்ல நம்ம, இட் ஹாஸ் டு பி. மிஸ் பண்ண ஷூர். எல்லாமே இஸ் ஹோல்சம் என்டர்டெய்னர் இல்லையா? ஃபுல்லா டான்ஸ் பண்றாரு, ஃபைட் பண்றாரு, ஆக்ஷன் பண்றாரு, காமெடி பண்றாரு. இஸ் a wholesome entertainer. That's why everybody loves it. Of course நம்ம மிஸ் பண்ணுவோம். ஷுவர் ஷாட் மிஸ் பண்ணுவோம். இது இன்னொரு சொல்லுங்க. மின்சாரக்காரங்க இவர்கிட்ட கேளுங்க, அவங்க அப்படிதான் பண்ணலாம். சரி இவர்கிட்ட പുള്ളിക്ക് മനസ്സിലായി. എന്നോട് വന്ന് നമ്മളെപ്പോലുള്ളവർ തീരുമാനിക്കണം പുള്ളി ചെയ്യണമെങ്കിൽ നിർദ്ദേശിച്ചത്. സോ ഈസ് പ്ലാനിങ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ മലയാള സിനിമകൾ കാണുന്ന ഒരു ആളാണ്. എല്ലാ സിനിമകളും കണ്ടിട്ട് എന്നോട് ചോദിക്കും സിനിമ അത് വേറെ ഏത് റിലീസ് OTT. സോ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി മൂവി പ്ലാനിലിരിക്കുക. എനിക്കൊന്ന് അടുത്ത ഒരു വർഷം നിങ്ങൾ ഇതുവരെ കാണാത്ത പ്രഭുദേവയായിരിക്കും എനിക്ക് കാണാൻ പോകുന്നത്. പേട്രാപ്പിലല്ല, പേട്രാപ്പിൽ പഴയ പ്രഭുദേവ തന്നെയാണ് വരുന്നത്, വേറൊരു മോഡലാണേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പ്ലാൻ ചെയ്യുന്ന ഫാമിലി മൂവീസ് കുറച്ച് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഒക്കെ സെർച്ചിലിരിക്കും. ஆக்சுவலாக மின்சாரக்காரனில் கண்டென்ட் என்ன கண்டென்ட் இது? லவ் தானே. அந்த லவ்வரை நான் எடுத்துட்டு போயிடுவேன். விஜய் கூட ஏதாவது சினிமா புதியது வரப்போகுதா? ஆன்சர் பெரிய படத்துக்கு நாட் ஒன்லி இது பிக் மூவிக்கு இப்போ ஒரு ஸ்டைல் ஆயிடுச்சு. இவர் படம் இல்லை, எனி பிக் மூவி காம்ஸ் அந்த மாதிரி ட்ரோல் பண்ணிட்டு தான் இருக்கிறாங்க. பட் இட்ஸ் கோயிங் வெரி வெல். அவ்வளோதான். ட்ரோல் பண்ணி அப்படிதான் அது வந்து வி ஒர்க் லிவ் இட் டு ஆடியன்ஸ்.